ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് സെൽഫ് ലവിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? എങ്ങനെയുണ്ട്? റൈറ്റ് മൈ മേക്കപ്പ് ഒരു ചൈന ലുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഞാനൊരു നോട്ട് പാഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ടോപ്പിക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ആർക്കെങ്കിലും ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ടീനേജേഴ്സിനൊക്കെ ഞാൻ എൻ്റെ ടീനേജ് തൊട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ ആ ടീനേജ് എന്ന് പറയുമ്പോൾ അത്ര ടീനേജ് അല്ല, അപ്പോൾ നമുക്ക് ഫോണൊന്നും കിട്ടിയിരുന്നില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഫോൺ കിട്ടുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. ആ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടിയിട്ടുള്ളത്, ഒരു 18-19 ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ എടുക്കും. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ നമ്മൾ ഫോട്ടോസ് ഇടും. പിന്നെ ഓരോ സെലിബ്രിറ്റീസ്, നമ്മുടെ ഫ്രണ്ട്സ്, ഓരോരുത്തരെ നമ്മളിങ്ങനെ കാണുമല്ലോ, ഓരോരുത്തരുടെ ലൈഫ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് കാണുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും, ഇവരുടെ ലൈഫ് എന്തോ അടിപൊളിയാണ്, എന്ത് നല്ല ഡ്രസ്സ്, ട്രിപ്പ് പോകുന്നു, വെക്കേഷൻ ട്രിപ്പ്, ഫാമിലി അടിപൊളി, അങ്ങനെ. അപ്പം ഞാൻ എന്നെ ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ല എൻ്റെ. ഇപ്പോഴും കേട്ടോ, ഇപ്പോഴും മുന്നത്തെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പുറത്ത് പോകണം, വലിയ ട്രിപ്പൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം പുറത്ത് പോകണം, അമ്മേനെ കൊണ്ടുപോകണം, അനിയനെ പുറത്ത് കൊണ്ടുപോകണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്കത് പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലായി ചിന്തിക്കും, ഞാൻ ഒരു വേസ്റ്റാണ്, അങ്ങനെ എൻ്റെ ലൈഫിലൊന്നുമില്ല, നല്ല ഫോണില്ല, നല്ല ഡ്രസ്സില്ല, നല്ല മേക്കപ്പ് സാധനങ്ങളില്ല, നല്ല ലിപ്സ്റ്റിക് ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് ഞാൻ തന്നെ എക്സോസ്റ്റഡ് ആകുമായിരുന്നു ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ട്. അതായത് ഓരോരുത്തരുടെ സ്റ്റോറീസ് കണ്ട്, ഓരോരുത്തരുടെ പോസ്റ്റുകൾ കണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കളഞ്ഞു. ഭയങ്കര അഡിക്റ്റ് ആയതുകൊണ്ട് വേഗം തന്നെ വീണ്ടും ഞാൻ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്തു. അങ്ങനെ പെർമനൻ്റായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കളഞ്ഞത് 2024 പെർമനൻ്റായിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് കളഞ്ഞു. അതായത് ആ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആക്കണം എന്ന രീതിയിലേക്ക്, എന്ന ചിന്തയിലേക്ക് വരാനായിട്ട് ഒരുപാട് സമയം എടുത്തു കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ റെഡിയായി തുടങ്ങി. കാരണം പീസാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫിൽ. എന്തൊക്കെ ഇല്ലെങ്കിലും നമുക്ക് മനസ്സമാധാനം വേണം, മനസ്സമാധാനത്തിൽ ഉറങ്ങണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോയിൻ്റ് ലൈഫിൽ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര പീസ്ഫുള്ളാണ് എനിക്ക് കിട്ടിയത്. സീരിയസ്ലി പറയാം, എനിക്കിപ്പോഴും ഇൻസ്റ്റഗ്രാമില്ല, ഇപ്പോഴും ഇൻസ്റ്റഗ്രാം എടുക്കണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നുമില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, എനിക്ക് നല്ല വിശ്വാസമാണ്. അതായത് ഞാൻ പറയാമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പീസിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു പോകണം. അതാണ് മെയിൻ സംഭവം. ഇതിപ്പോൾ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തു വരാനായിട്ട്. പക്ഷേ നമ്മളൊരു തീരുമാനം എടുക്കണം, നമുക്കത് ടോക്സിക് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും ഇറങ്ങണം. അത് നമുക്ക് പീസ് നമ്മുടെ മൈൻഡ് കാമാക്കുന്ന, നമുക്ക് പീസ്ഫുൾ തരുന്നത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് പീസ് തരുന്നില്ല, നമുക്കെപ്പോഴും ടെൻഷനും സങ്കടവും അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റിവിറ്റീസ് മാത്രം തരികയാണെങ്കിൽ നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമുക്ക് ഈ ഒരു ലൈഫേ ഉള്ളൂ, ആ ലൈഫ് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം. മനസ്സിലായോ? ഇനി ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ലവിനെ പറ്റിയിട്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് ഇങ്ങനെ ഷാർപ്പാക്കുക, പെർഫെക്റ്റ് ആക്കുക എന്നതിലുപരി നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മളെ ഹാപ്പിനെസ് ആക്കുന്നത് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് നമ്മളെ ഹേറ്റ് ചെയ്യാണ്ട് നമ്മളെ സ്നേഹിക്കുക.
നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഓരോരുത്തർ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ അച്ചീവ് ആകുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ അവർ കഷ്ടപ്പെട്ട അവരുടെ ബാറ്റിൽസ്, അവർ കടന്നുപോയ ബാഡ് ഡേയ്സ്, കരഞ്ഞ നിമിഷങ്ങൾ, ഇതൊന്നും അവർ നമുക്ക് കാണിച്ചു തരുന്നില്ല. ചിലവർ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ആയിട്ട് അവരുടെ ലൈഫൊക്കെ പറയും കേട്ടോ. അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് ബാഡ് ഡേയ്സും ഭയങ്കര ബാറ്റിൽസ്, സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ടാണ് അവർ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അവർക്ക് കാണിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് എപ്പോഴും ഹാപ്പിനെസ്, എല്ലാം അച്ചീവ്മെൻറ്റ്സ് മാത്രം അങ്ങനെ ചിന്തിക്കരുത്. കാരണം അവർക്കും ഉണ്ട് ബാഡ് ഡേയ്സ്. എല്ലാവർക്കും എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല, എല്ലാവർക്കും ഒരു ബാഡ് ഡേയ്സ് ഉണ്ട്. ബാഡ് ഡേയ്സ് കടന്ന് പോയതിന് ശേഷം നല്ലൊരു ഡേ വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ടൈമിംഗ് അല്ല നിങ്ങളുടെ ടൈമിങ്, എൻ്റെ സ്റ്റോറി അല്ല നിങ്ങളുടെ സ്റ്റോറി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറീസാണുള്ളത്. അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ഇതിങ്ങനെ കടന്ന് വരികയാണ്. നമ്മൾ ഏത് പോയിന്റിൽ എത്തണം എന്നാണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്, ആ പോയിന്റിലേക്ക് നമ്മൾ നമ്മൾ ആ പോയിന്റിലേക്ക് എത്തിയിരിക്കും, ഷുവറായിട്ട് എത്തിയിരിക്കും. അതിന് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ചിലർക്ക് എല്ലാവരുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായെന്ന് വരില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ സപ്പോർട്ട്. മനസ്സിലായില്ലേ? നമ്മളായിരിക്കണം നമ്മളെ സ്നേഹിക്കേണ്ടതും നമ്മൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടതും നമ്മൾ തന്നെ ആയിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനോ ഒരു റേസോ അല്ല. ആകെ ഒരു ലൈഫേ ഉള്ളൂ. പതുക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. ടൈം എടുത്ത് ഇതൊരു കോമ്പറ്റീഷൻ, ഒരു റേസോ അല്ല. നമുക്ക് ആരെയും എന്താക്കണ്ട, അവരെ താഴ്ത്തിയിട്ട് നമ്മളുടെ ലൈഫ് മുകളിലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ലൈഫുള്ളൂ. ആ ലൈഫ് നമ്മൾ എന്താക്കണം, നമുക്കൊരു റിഗ്രറ്റും ഒരു നെഗറ്റീവും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ സമാധാനത്തിൽ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ജീവിതമാക്കുക. നമ്മൾക്ക് അംബീഷൻസ് ഉണ്ടാവും, ഡ്രീംസ് ഉണ്ട്, ഗോൾസ് ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതൊരു നോട്ട്ബുക്കിലോ എന്തെങ്കിലും. എനിക്കൊരു സീക്രട്ട് ബുക്ക് ഉണ്ട് കേട്ടോ. ആ സീക്രട്ട് ബുക്കിലാണ് എനിക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്, എന്തൊക്കെ ഞാൻ ഈ ദിവസം എന്തൊക്കെ ഞാൻ നേടി, ഈ ദിവസം എന്തൊക്കെ എന്നെ വിഷമിപ്പിച്ചു, ഈ ദിവസം എനിക്ക് എന്തൊക്കെ സന്തോഷങ്ങളുണ്ടായി, അതൊക്കെ എഴുതുന്ന ഒരു സീക്രട്ട് നോട്ട്ബുക്ക് എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അതാണ് കേട്ടോ, അതെനിക്കുണ്ട്. ഞാനത് യൂണിവേഴ്സിനോട് സംസാരിക്കുന്നതാണ്. എനിക്കിപ്പോൾ എന്തൊക്കെ സങ്കടം, അതിപ്പോൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ എഴുതും കേട്ടോ. ഈ എൻ്റയർ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന ഒരേ ഒരു വേർഡാണ് പീസ്. സീരിയസ്ലി നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് പീസ് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക. മനസ്സമാധാനത്തിൽ ഉറങ്ങുക. മനസ്സമാധാനത്തിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, കുറച്ച് ടൈം കണ്ടെത്തണം. എന്തിന്? നമുക്ക് പീസ്ഫുൾ ആക്കാൻ, നമ്മുടെ ലൈഫ് പീസ്ഫുൾ ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കാനായിട്ട്. നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ഷൻസ് തരുന്ന കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, അവോയ്ഡ് ആക്കണം. ഓക്കെ, നമ്മൾ ഓവറായിട്ട് ഫോണിൽ അഡിക്റ്റ് ആവാതിരിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാം, ജോലികൾ ചെയ്യുക. നമുക്കിപ്പോൾ മൈൻഡൊക്കെ എക്സോസ്റ്റഡ് ആയിട്ടെന്ന് വിചാരിക്കുക, നമ്മുടെ റൂം ക്ലീൻ ചെയ്യുക, വീട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ടെൻഷനോ എക്സോസ്റ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ, നെഗറ്റീവൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യം റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. റൂം, കിച്ചൺ ഇത് ക്ലീൻ ചെയ്യലാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മൈൻഡൊക്കെ ഞാൻ എഴുതുമെന്ന് പറഞ്ഞല്ലോ. ഡെയിലി എഴുതലൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് നമ്മൾ സ്കിപ്പായി പോകും. പക്ഷേ ഡെയിലി എഴുതില്ല. മനസ്സിൽ ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാൻ നല്ലപോലെ എഴുതും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, യൂണിവേഴ്സ്. ഞാൻ നല്ലപോലെ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ, സീരിയസ്ലി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കുക. ഇന്ന് തന്നെ, അതായത് ഒരുപാട് പേര് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ലൈഫ്. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചിന്തിക്കുക, നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നാദ്യം ചിന്തിക്കുക. എന്നിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങുക നിങ്ങളെ സ്നേഹിക്കാൻ. നിങ്ങൾക്ക് വേണ്ട
ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുക, അതിന് വേണ്ടിയിട്ട് മണി സേവ് ചെയ്യുക. ഇപ്പോൾ ജോലി ഒരു വർക്ക് ഫ്രം ഹോം ആയാലും, ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വർക്ക് ഫ്രം ഹോം നോക്കുക. ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം, നമുക്ക് പിന്നെ ആരോടും കൈ നീട്ടണ്ട. അതാണ് മെയിൻ കാര്യം. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സെൽഫ് ലവിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ കാലത്ത് പ്രസൻറ്റ് ലൈഫിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടോപ്പിക്കായിട്ട് വന്നത്. ഞാനൊരു അതായത് ബിഗിനറാണ് കേട്ടോ, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ബിഗിനറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.